നമ്മുടെയൊക്കെ ജീവിതത്തിലെ മനഃപ്പാഠമാക്കേണ്ട ഒരു വചനമാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ വചനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെന്ന് പറയാൻ മനസ്സുണ്ടാകട്ടെ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കാൻ. വിശുദ്ധ കൊച്ചു തെരേസ്യ പറയുന്നൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ ദുരിതങ്ങളുണ്ടാകുമ്പോൾ, സഹനങ്ങളുണ്ടാകുമ്പോൾ 3 കാര്യങ്ങൾ ചിന്തിക്കുക. ഒന്നാമതായിട്ട് കുറേ പ്രാർത്ഥിക്കുക. ഞാനൊരു സഹന വഴിയിലൂടെ കടന്നു പോകുമ്പോൾ, വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറേ പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥന ഇല്ലാതാക്കുകയോ ചെയ്യുക, നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോവുക. അതായത് പിശാച് അങ്ങനെ ആ സമയത്താണ് കടന്നു വരിക. അത് കുറയ്ക്കാനും നോക്കുക. നമ്മൾ ചെയ്യേണ്ടത് കൂട്ടാനും നോക്കേണ്ടത്. ദാഹിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കുറേ വെള്ളം കുടിക്കില്ലേ? ഇതുപോലെ തന്നെ സഹനം ഉണ്ടാകുമ്പോൾ കുറേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, നമ്മളറിയാതെ തന്നെ. കാരണം നമ്മൾ മനസ്സ് കൈവിട്ടു പോകരുത്. ദൈവത്തിൽ ഇങ്ങനെ ഇരുന്നാൽ മതി, പിന്നെ വഴികളൊക്കെ കർത്താവ് തരും. പക്ഷേ നമ്മൾ ചെയ്യുക ഇത് കുറച്ച് കൊണ്ടുവരിക എന്നുള്ള. സഹനം ഉണ്ടാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കുറേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സമയമെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കണം. നമുക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ദൈവസന്നിധിയിൽ പോയി ഇരിക്കുക. കുറേ സമയം ഇരുന്നിരുന്ന് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക. രണ്ടാമതായിട്ട് ഈ സഹനങ്ങളെ സ്നേഹത്തോടെ ചെയ്യുക. ആ സമയത്ത് സ്നേഹം നഷ്ടപ്പെടുത്താതെ നോക്കണമെന്നാണ്. കുറേ വാശി വരും, ദേഷ്യം വരും, അതുപോലെ തന്നെ എല്ലാവരെയും ആക്രമിക്കുന്നതൊക്കെ നമുക്ക് തോന്നും. അപ്പോഴൊക്കെ സ്നേഹത്തോടെ ചെയ്യാൻ, സ്നേഹം നഷ്ടപ്പെടാതെ ചെയ്യാൻ ആ സമയത്ത് പരിശ്രമിക്കണം. മൂന്നാമതായിട്ട് ആരുമില്ല എന്ന ചിന്ത ഒരിക്കലും ഉണ്ടാകരുത്. എനിക്കെൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. മനുഷ്യരൊന്നും ഉണ്ടാകില്ല, ദൈവം കൂടെയുണ്ടെന്ന ചിന്ത നമുക്കുണ്ടാകണം. ദൈവം മാത്രമേ ഉണ്ടാകൂ എന്ന ചിന്തയുണ്ടാകണം. മറ്റൊരാരും നമ്മളെ ചിരിച്ചു കാണിച്ചവരോ കൈ കാണിച്ചവരോ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവരോ ഒരാളുണ്ടാകില്ല. ദൈവം മാത്രമാണ് എന്നെ മനസ്സിലാക്കുന്നതും അതുപോലെ എന്നെ സഹായിക്കുന്നതും. പ്രാർത്ഥിക്കാം.